നവംബർ 4 ബഹ്റൈൻ വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ്. 85 ബഹ്റൈൻ ദിനാറിന് വരാവുന്ന സാഹചര്യത്തിൽ ഫ്ലൈ ദുബായ് നാട്ടിൽ നിന്ന് ബഹ്റൈനിലേക്ക് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഏറിയാലും 100 ബഹ്റൈൻ ദിനാർ. കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നതും മൊത്തം നാട്ടിൽ നിന്ന് പുറപ്പെട്ടൊരു 17 മണിക്കൂർ കൊണ്ട് ബഹ്റൈനിൽ എത്തിച്ചു ചേരും. ഇടയ്ക്ക് ദുബായിലെ സ്റ്റോപ്പ് ഓവറും. അങ്ങനെ കൊണ്ടുവരാവുന്ന സ്കീം തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യം ഗൾഫ് എയറും എയർ ഇന്ത്യയും അറിയുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോഴും വലിയ വലിയ തുകയ്ക്കുള്ള ടിക്കറ്റുമായി കെട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ ആളുകൾ ഫ്ലൈ ദുബായ് വഴിയും എമിറേറ്റ്സ് എയർലൈൻസ് വഴിയും അടുത്ത ദിവസം തുടങ്ങാനിരിക്കുന്ന ഒമാൻ എയർ വഴിയും വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നിരവധി പേർ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന കാശ് കളയാതെ ഉള്ള യാത്രക്കാരെ നേരിട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ബോധോദയത്തിലേക്കും വിവേക ഉദയത്തിലേക്കും ഇപ്പോൾ നേരിട്ട് സർവീസ് നടത്തുന്ന എയർ ഇന്ത്യയും ഗൾഫ് എയറും എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. എവിടെ കിടന്നതാണ് ഈ 85 വന്നിരിക്കുന്നത്? 16,000 ഇന്ത്യൻ രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. നോക്കണമെന്ന് സൈറ്റ് എടുത്ത് നോക്കണം. flydubai.com മറ്റോ എടുത്ത് നോക്കൂ. 16,000 ചെല്ലുവാനും 20,000 താഴെ എന്നിങ്ങനെയായിട്ട് ടിക്കറ്റ് നിരക്ക് കിടക്കുകയാണ് ആളുകൾ എടുക്കാൻ വേണ്ടി. ആഹ്ലാദത്തിലാണ്. വിസ വാലിഡിറ്റി ഉള്ളവർക്ക് ഒരു പ്രശ്നവും കൂടാതെ വരാമല്ലോ എന്ന അവസ്ഥ. ഏതായാലും വിസ ഇനി വാലിഡിറ്റി കഴിയാൻ പോകുന്നു. കഴിഞ്ഞു പോയവർക്ക് മറ്റൊരു വിസയിൽ, വിസിറ്റ് വിസയിൽ ഒക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇനിയെങ്കിലും ഈ ഗൾഫ് എയറും എയർ ഇന്ത്യയും മാന്യമായിട്ട് ഇടപെട്ടുകൊണ്ട് റേറ്റ് ഒന്ന് കുറയ്ക്കണം. ഇത്രനാളും അനീതി ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ആ അനീതി നമ്മളെല്ലാവരും മൂകസാക്ഷികളായി നിന്നുകൊണ്ട് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. നിലവിലെ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഫ്ലൈറ്റുകളില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ സ്വയം ചുരുങ്ങി വലിയ കാശ് കെട്ടുതാലി വിറ്റിട്ട് കൊടുത്തിട്ടാണ് ഈ വിമാനങ്ങളിൽ നേരിട്ട് വന്നുകൊണ്ടിരുന്നത്. അതിനിടയിൽ എമിറേറ്റ്സ് എയർലൈൻസിലൂടെ കുറഞ്ഞ കാശിന് വരാമെന്ന് ഒരു വിഭാഗം ആളുകൾ മുമ്പേ നടന്ന് പഠിപ്പിച്ചപ്പോൾ ഒത്തിരി ആളുകൾ അതിന്റെ പിന്നാലെ കൂടിയിട്ട് ഒരുപാട് കാശിന്റെ ലാഭം കൈവരിക്കാൻ പറ്റി. ഒന്നാലോചിക്കണം. നോർക്ക റൂട്ട്സ് ഒരാൾക്ക് നാട്ടിൽ ബുദ്ധിമുട്ടി കഴിയുന്ന 8-10 മാസമായി നിൽക്കുന്ന ആളിന് കൊടുക്കുന്ന തുക 5,000 രൂപയാണ്. അത് വാങ്ങാൻ വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരുന്നത് കിട്ടിയതിന്റെ സന്തോഷം പങ്കുവെക്കുന്ന ആളുകൾ, പ്രവാസികൾ നിരവധിയുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് 94,000-ഉം 1,00,000-ഉം ടിക്കറ്റിന് വാങ്ങിയിട്ട് ഈ വിമാന കമ്പനികൾ കൊണ്ടുവന്നത് എന്നതോർക്കുമ്പോൾ നമുക്ക് സങ്കടപ്പെടാനേ കഴിയുന്നുള്ളൂ. ചൂഷണത്തിന് വിധേയമാകുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ നേരത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വൺ വേ സർവീസ് മാത്രം നടത്തിയപ്പോൾ പോലും ഇങ്ങനെ നടത്തിയില്ലല്ലോ. എന്നിട്ടിപ്പോൾ 2 ഭാഗത്തേക്കും ആളുകളെ കൊണ്ടുപോകാൻ തക്ക വിധത്തിൽ വന്ദേ ഭാരത് മിഷന്റെ തുടർച്ചയായിട്ടുള്ള എയർ ബബിൾ അഗ്രിമെന്റ് വന്നപ്പോൾ 2 ഭാഗത്തേക്കും ആളെടുക്കുമ്പോൾ കുറയ്ക്കുന്നതിന് പകരം ഇരട്ടിയിലധികമാക്കി മാറ്റിയ ചൂഷണത്തെ എന്ത് പേരിട്ട് വിളിക്കും? അതിന്റെ ശിക്ഷ അനുഭവിക്കും ഫ്ലൈ ദുബായും ഒമാൻ എയറും എമിറേറ്റ്സ് എയർലൈൻസും. മറ്റൊരു സ്ഥലത്ത് സ്പർശിച്ചിട്ട് 2, 3, 4, 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ആളെ എത്തിക്കുമ്പോൾ എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നല്ല രീതിയിൽ. ഇനിയും ഫ്ലൈറ്റുകൾ അങ്ങനെ വരട്ടെ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലാണ് ലോകം മുഴുവനും ഇപ്പോൾ ചർച്ചാ വിഷയം. ഇപ്പോൾ ഒരു സ്തംഭനാവസ്ഥ നേരിടുകയാണ്. മുൾമുനയിൽ നിൽക്കുന്നെന്നോ, കത്തിയുടെ മുന്നിൽ അതിന്റെ മൂർച്ചയ്ക്ക് മുന്നിൽ നിൽക്കുന്നെന്നോ, തുലാസിലാണെന്നോ എന്തു വേണമെങ്കിലും മാധ്യമങ്ങൾക്ക് പറയാൻ പറ്റിയ സാഹചര്യം കൊടുത്തുകൊണ്ട് 2 പേരും വിജയം അവകാശപ്പെട്ടുകൊണ്ട് അതിൽ പ്രസിഡന്റ് ട്രംപ് പറയുന്നത്, ഞാൻ വിജയിച്ചിരിക്കുകയാണ്, ഇനി എന്തിനാണ് വോട്ടെണ്ണുന്നത്? ഇനി നമുക്ക് എവിടെന്നോ ഡംപ് ചെയ്ത ബാലറ്റുകൾ എണ്ണേണ്ട കാര്യമില്ല. എനിക്ക് ലീഡ് കിട്ടിയ സ്ഥലങ്ങളിൽ ഞാൻ ജയിച്ചത് തന്നെയാണ്. എല്ലാ വോട്ടെണ്ണലും നിർത്തിപ്പോകൂ, ഞാനിതാ സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്ന് പറയുന്ന ട്രംപ്. മറുവശത്ത് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒപ്പീനിയൻ സർവേയും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ ജോ ബിഡൻ ലീഡ് ചെയ്യുന്നു ഇതുവരെ കിട്ടിയ സ്ഥലങ്ങളിൽ എന്ന അറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. 42 സ്റ്റേറ്റുകളിൽ ആകെ 50 സ്റ്റേറ്റാണ്
അതിൽ 42 സ്റ്റേറ്റുകളിൽ സൂചന പുറത്തു വരുമ്പോൾ 227 ഇലക്ട്രൽ വോട്ട് ജോ ബൈഡന് കിട്ടുമെന്നും 213 ട്രംപിന് കിട്ടുമെന്നുമുള്ള അവസാനത്തെ അറിയിപ്പാണ് BBC-യും CNN-ഉം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിലെ സൂചന വെച്ചുകൊണ്ട് പല മാധ്യമങ്ങളും പല രൂപത്തിൽ കണക്കുകൾ പറയുകയും ജോ ബൈഡൻ 270 എന്ന മാന്ത്രിക അക്കത്തിൽ എത്തിച്ചേരും, 270 അദ്ദേഹത്തിന് കിട്ടും, 268 ട്രംപിന് കിട്ടുകയുള്ളൂ എന്നൊരു കണക്കെടുപ്പും ഇങ്ങനെ ഇപ്പോൾ തുലാസിലാടിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള 8 സ്റ്റേറ്റുകളിലെ വിവരം കൂടി വന്നാലേ പറ്റൂ. അമേരിക്കയുടെ രീതി അനുസരിച്ച് ഈ പോപ്പുലർ വോട്ടുകൾ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആള് ജയിച്ച് പ്രസിഡന്റ് ആകണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഹില്ലരി ക്ലിന്റൺ 29 ലക്ഷം വോട്ടുകൾ ട്രംപിനേക്കാൾ കൂടുതൽ വാങ്ങിയിട്ടും പ്രസിഡന്റ് ആയില്ല. കാരണം ആകെയുള്ള 538 ഇലക്ടറൽ വോട്ടുകളിൽ 306 എണ്ണം കഴിഞ്ഞ പ്രാവശ്യം 2016 ട്രംപ് നേടിയിരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രസിഡന്റ് ആവുക ഇലക്ട്രൽ വോട്ട് കൂടുതൽ കിട്ടിയ ആളാണ്. 270 ആ മാർജിൻ, അതാണ് സ്വപ്ന നമ്പർ. അതിലേക്ക് വേണ്ടിയാണ് രണ്ടുപേരും കണ്ണുവയ്ക്കുന്നത്. ഇതിനിടയിൽ പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് ഫ്ലോറിഡയിൽ ഇന്നലെ വോട്ട് ചെയ്യാൻ പോയ ട്രംപിന്റെ ഭാര്യ ഉടുത്തിരുന്ന പ്രത്യേകതരം ഡ്രസ്സിനെ കുറിച്ചാണ്. $4500 ചിലവഴിച്ച് വാങ്ങിയതാണ് ആ വോട്ട് ചെയ്യാൻ പോയ ഡ്രസ്സ് എന്നാണ് കണക്ക് വരുന്നത്. ഇതൊക്കെ മാത്രം ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. ട്രംപ് ഇടയ്ക്ക് ജയിച്ചു എന്ന് പറഞ്ഞു. ഇന്ന് കുറച്ചു മുമ്പ് ഞാൻ ജയിച്ചിരിക്കുന്നു, എനിക്ക് 295 ഇലക്ട്രൽ വോട്ട് കിട്ടാനുള്ള എല്ലാ സൂചനയും എന്റെ മുന്നിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്താരാഷ്ട്ര എണ്ണ മാർക്കറ്റിൽ 1% വില കൂടി. അത് പറഞ്ഞ് നാവെടുത്തില്ല ആ സമയത്ത്. ഇത്രയ്ക്ക് കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് അമേരിക്കയിൽ ആര് പ്രസിഡന്റ് ആകുമെന്നുള്ളതും നമ്മുടെ സാധാരണ ജീവിതവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ എല്ലാ കണ്ണുകളും കാതുകളും അമേരിക്കയിലേക്കാണ്. ഇത് ഇന്നും നാളെയും കൊണ്ടൊന്നും തീരുന്ന മട്ടില്ല ഒരു സ്തംഭനാവസ്ഥ ഇപ്പോൾ നേരിടുകയാണ്. ഉദ്യോഗസ്ഥർക്ക് വോട്ടിനെയും എണ്ണിയേ പറ്റൂ, എണ്ണണ്ടാന്ന് ട്രംപ് പറഞ്ഞാലും. പക്ഷേ ജനകീയ വോട്ടെടുപ്പിന്റെ റിസൾട്ടും വരുമ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് പിന്നെ പോകുമോ, വ്യത്യാസം വരുമോ എന്നൊക്കെ എല്ലാവരും നോക്കിയിരിക്കുന്നു. വേറൊരു റിപ്പോർട്ട് പ്രകാരം 248 213 വന്നിരിക്കുന്നത്. പക്ഷേ BBC-യും CNN ഇപ്പോഴും പറയുന്നു 227 ജോ ബൈഡനും ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി, ട്രംപിന് 213 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 270 എത്താൻ ഇനിയും ദൂരമുണ്ട്. 8 സ്റ്റേറ്റുകളുടെ റിസൾട്ട് വരാനുമുണ്ട്. ഇനി ഇന്ത്യൻ സ്കൂളുമായി ബന്ധപ്പെട്ട് ബഹ്റിനിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്ക് വാർത്തയാകുന്നു എന്ന കാര്യം സത്യമാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സ്കൂളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, നേരത്തെ വന്നൊരു ആരോപണത്തിന്റെ മറുപടിയായി കിട്ടിയത് ഏപ്രിൽ മാസത്തിൽ ഞങ്ങളൊരു സർക്കുലർ കോവിഡ് ബാധിതരായ ആളുകളുണ്ടെങ്കിൽ സാമ്പത്തിക സഹായത്തിന് വേണ്ടി നിങ്ങൾ ഈ പറയുന്ന ലിങ്കിൽ അപേക്ഷിക്കണം 30-ാം തീയതിക്ക് മുമ്പ് എന്നൊരു ലിങ്ക് കൊടുത്തുള്ള സർക്കുലർ കൊടുത്തിരുന്നു എന്ന കാര്യം പരാമർശിച്ചപ്പോൾ ഇപ്പോൾ രക്ഷകർത്താക്കളുടെ പ്രസ്ഥാനങ്ങളിലൊന്നായ UPP പറയുന്നത് അങ്ങനെ ഒരു സർക്കുലർ ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ലല്ലോ, എവിടെയും പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ, പല രക്ഷകർത്താക്കൾക്കും അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല, സ്വാഭാവികമായിട്ട് കൊടുത്ത എന്തോ സർക്കുലർ കിട്ടിയിട്ടുണ്ട് എന്നല്ലാതെ കോവിഡുമായി ബന്ധപ്പെടുത്തി ഇത്തരത്തിൽ സഹായത്തിനു വേണ്ടി അപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നീട് ഇതെല്ലാം ആളുകൾ പുറത്തായപ്പോൾ, കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് പുറത്തായപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യം കുത്തിപ്പൊക്കി വന്നതും പിന്നീട് ചർച്ചയായതും വിവാദമായതും എന്ന കാര്യം UPP ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ ആ കേസ് കൊണ്ട് തങ്ങളെ നിശബ്ദരാക്കാൻ കഴിയില്ല എന്ന് UPP ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ സ്കൂളിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയല്ല കാര്യങ്ങൾ പറയുന്നതെന്നും എപ്പോഴും ഉയരത്തിൽ തന്നെയാണ് ഇന്ത്യൻ സ്കൂളിനെ പ്രതിഷ്ഠിക്കുന്നതെന്നും UPP ഇന്ന് അയച്ചു തന്ന ഞങ്ങളുടെ ഇന്നലെ ഉള്ള പ്രതികരണത്തിന്റെ ഒരു അനുബന്ധ പ്രതികരണമായി അയച്ചു തന്നിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ബഹ്റിൻ വാർത്തയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക വാർത്താക്കുറിപ്പിൽ പറയുകയാണ്. കേസ് കൊടുക്കുന്ന രീതി അങ്ങനെ അപായപ്പെടുത്താൻ നോക്കേണ്ടതില്ല, അതിന്റെ മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. UPPയുടെ മിസ്റ്റർ റഫീഖ് അബ്ദുള്ളയാണ് ഇക്കാര്യം ഞങ്ങൾ അറിയിച്ചത്. ഞങ്ങളെപ്പോഴും പറയുന്നത് രണ്ടു കൂട്ടർക്കും പറയാൻ ന്യായങ്ങളുണ്ടാവും. ഇത് പുറത്തുനിന്നുള്ള ആളുകൾക്ക് വളരെ രസം കൊടുക്കുന്നൊരു കളി പോലെയായി മാറും.
അതുകൊണ്ട് ഒന്ന് ആത്മാർത്ഥമായി രണ്ടു കൂട്ടരും ചർച്ച ചെയ്ത് പരിഹരിക്കാമെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പരിഹരിക്കാമെങ്കിൽ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ സൽപ്പേര് അങ്ങനെ തന്നെ തുടരാൻ പറ്റിയൊരു സാഹചര്യമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എല്ലാവരും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അധ്യാപകരുടെ മാന്യതയ്ക്ക് വേണ്ടിയും രക്ഷകർത്താക്കളുടെ സൗകര്യത്തിന് വേണ്ടിയുമാണ് നിലകൊള്ളുന്നത് എന്നത് ബോധ്യമാണ്. അതിനിടയിൽ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് പറയുന്ന രസിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായി വരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത്തരത്തിൽ തുടർന്നു പോകാതെ രണ്ടു കൂട്ടരും, സ്കൂൾ മാനേജ്മെന്റ് ആണെങ്കിലും UPP ആണെങ്കിലും, ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റിയ ഏതെങ്കിലും മാനസികാവസ്ഥയുണ്ടെങ്കിൽ ആളുകളുടെ പരിഹാസ കഥാപാത്രങ്ങൾ ആയി നിലനിൽക്കുന്ന കാലത്തിൻ്റെ അളവ് ചുരുക്കാൻ പറ്റും എന്ന് മാത്രം വിനയത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. ബഹ്റിനിൽ കേസുകൾ കുറഞ്ഞു, പക്ഷെ നിയന്ത്രണങ്ങൾ തുടരും എന്ന് ബന്ധപ്പെട്ട ആരോഗ്യ മന്ത്രാലയ വക്താക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ GCC മേഖലയ്ക്ക് ഇന്ത്യ കൊടുക്കുന്നൊരു കോവിഡ് പ്രതിരോധ പ്രേരണ വളരെ വലുതാണെന്ന് ബഹ്റിന്റെ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ സയാനി വ്യക്തമാക്കി. UN കൗൺസിലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചാവേദിയിലാണ് വെർച്വൽ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യ ഈ കോവിഡ് പ്രതിരോധം നടത്തുന്ന രീതി മാതൃകാപരമാണെന്നും സ്വീകരിക്കത്തക്കതാണെന്നും അതിനെ പ്രശംസിക്കേണ്ടതുണ്ടെന്നും തങ്ങളത് പ്രശംസിക്കുകയാണെന്നും അദ്ദേഹം തുറന്നു വ്യക്തമാക്കി. ഇന്ന് 3 മരണങ്ങൾ. ബഹ്റിനിൽ 327 മൊത്തം മരണസംഖ്യ. 3 പുരുഷന്മാരാണ് സ്വദേശികൾ. 40, 73, 74 വയസ്സുള്ളവർ. 230 പുതിയ കേസുകൾ, 64 പ്രവാസികൾ, 362 രോഗമോചനം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഡോക്ടേഴ്സ് ഡേ ബഹ്റിന് വേണ്ടിയുള്ള ഡോക്ടേഴ്സ് ഡേ ആചരിക്കപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രിയും ഷൂറ കൗൺസിലും ഡോക്ടർമാരെ പ്രത്യേകിച്ച് അഭിനന്ദിച്ചു, നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു ഈ കോവിഡ് കാലഘട്ടത്തിൽ ചെയ്യുന്ന സേവനങ്ങൾക്ക്. മാത്രമല്ല, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ സംരക്ഷിക്കുക, പ്രവാസിയെന്നോ സ്വദേശിയെന്നോ വ്യത്യാസമില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഗവൺമെന്റ് നിലപാടെന്ന്, അതിനുവേണ്ടി ബാധ്യസ്ഥരാണ് ഗവൺമെന്റെന്ന് വ്യക്തമാക്കുകയാണ് ഭരണകൂടം. നേതൃത്വം അങ്ങനെയാണ് പറയുന്നത്. സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലെ ഡോക്ടർമാരൊക്കെ ഈ സമയത്ത് ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് അവിടുത്തെ ഉന്നത വൃത്തങ്ങൾ തന്നെ പ്രത്യേകം സൂചിപ്പിക്കുകയുണ്ടായി. ഇത് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പരിചയപ്പെടുത്താൻ ഞങ്ങളുടെ ഒരു സഹകാരിയുണ്ട്. ഈ ഓൺലൈനിലൂടെ ഫ്രഷായിട്ടുള്ള മത്സ്യമാകട്ടെ മാംസമാകട്ടെ അതൊക്കെ വിളിച്ചു പറഞ്ഞൊരു 2 മണിക്കൂറിനുള്ളിൽ ബഹ്റിന്റെ ഏത് മുക്കിലും മൂലയിലും എത്തിക്കാൻ തക്ക സംവിധാനവുമായി മുന്നോട്ട് പോകുന്ന മലയാളികളുടെ ഇടപെടലോടുകൂടി അന്തസ്സായി പോകുന്ന സംരംഭം ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. BQ ഫ്രഷ്. BQ എന്ന് വെച്ചാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. BQ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് തന്നെയായിരിക്കും. ആ ക്വാളിറ്റി ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി എടുക്കുന്ന ഒരുപാട് തയ്യാറെടുപ്പുകളുണ്ട്. മത്സ്യം ക്ലീൻ ചെയ്യുന്നതും അത് കട്ട് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും എത്തിക്കുന്നതും അതിന്റെ വേഗത, അതിനുവേണ്ടി സാങ്കേതിക വൈഭവം പ്രയോജനപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി BQ ഫ്രഷ് എടുക്കുന്ന നടപടികൾ, പ്രത്യേകിച്ച് iOS-ലാണെങ്കിലും ആൻഡ്രോയിഡിലാണെങ്കിലും മൊബൈൽ ആപ്പുണ്ട്, അതിലൂടെ അപ്ലൈ ചെയ്യാം, അതിലൂടെ വാങ്ങാം. വെബ്സൈറ്റ് ഉണ്ട് bqfresh.com. അതല്ലെങ്കിൽ വിളിച്ചു പറയാം. സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് വഴിയുള്ള ഓപ്പറേഷൻ നടത്താം. വാട്സപ്പ് വഴി അപ്ലൈ ചെയ്യാം. ഇങ്ങനെ എല്ലാ സൗകര്യവും ഒരാളും ഇതിൽ നിന്ന് ഇല്ല ഞങ്ങൾക്ക് ചെയ്യാൻ സൗകര്യമില്ലല്ലോ എന്ന് പറയാത്ത വിധം അത് ഈ ഫോണിൽ വിളിച്ചു പറയാം. വിളിച്ചാൽ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റുന്ന സംവിധാനവുമായിട്ടാണ് ഈ ഓൺലൈൻ ഫ്രഷ് ഫിഷ് മീറ്റ് കമ്പനി BQ ഫ്രഷ് മാതൃകയായി ബഹ്റിനിൽ മുന്നോട്ട് പോകുന്നത്. 3875 ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ടാൽ അത്യാവശ്യം നമുക്ക് കറി ഉണ്ടാക്കാനുള്ള സമയത്തിന് തൊട്ട് മുമ്പ് വിളിച്ചു പറഞ്ഞാൽ, 1 മണിക്കൂർ മുമ്പ് വിളിച്ചു പറഞ്ഞാൽ 3875 1237 38751237 ഇതിലേക്ക് വിളിച്ചു പറഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രീതികളൊക്കെ സ്വീകരിക്കുകയും ചെയ്യാം. വ്യാജ കറൻസിയുമായി 2 പേർ പിടിയിലായി. 2 ഏഷ്യക്കാരാണ്. കൂടുതൽ വിവരങ്ങൾ വ്യക്തമല്ല. ഗൾഫിലെ മൊത്തം രാജ്യങ്ങളുടെ കള്ള കറൻസി കയ്യിൽ വെച്ചിരുന്നു. ബഹ്റിൽ മാറാനാണോ അറിയില്ല, കടത്താനാണോ അറിയില്ല. ഞങ്ങൾ എപ്പോഴും പറയും, ഈ യാത്രാ സംബന്ധമായ കാര്യങ്ങളിൽ പരാമർശിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില പ്രസ്ഥാനങ്ങൾ, ഉദാഹരണത്തിന് ടോപ്പ് ഗ്രാൻഡ് ട്രാവൽ ആൻഡ് ടൂറിസം,
ഈ ഫ്ലൈ ദുബായിലൊക്കെ വരാൻ വേണ്ടിയുള്ള ഏറ്റവും കുറഞ്ഞ കാശിന്, എമിറേറ്റ്സിൽ വരാൻ വേണ്ടിയുള്ള കുറഞ്ഞ കാശിന്, ഇനി ഗൾഫ് എയറിലും എയർ ഇന്ത്യയിലുമാണെങ്കിൽ അതിൽ തന്നെയുള്ള ഏറ്റവും കുറഞ്ഞത് സൗകര്യത്തിനുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അഡ്വൈസറെ പോലെ, ട്രാവൽ അഡ്വൈസറെ പോലെ നമ്മുടെ മുന്നിൽ നിന്ന് സഹായിക്കുന്ന ടോപ്പ് ഗ്രാൻഡിനെ പരിചയപ്പെടുത്താൻ താല്പര്യമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഈ നമ്പർ വിളിച്ചിട്ട് പോയാൽ ടിക്കറ്റ് കിട്ടും. ടിക്കറ്റ് ഡെലിവറിയും ഉണ്ടാകും. 33 34 75 79 33 34 7579. ടിക്കറ്റ് മാത്രമല്ല, വിസ സ്റ്റാമ്പിങ്ങോ LMRയുടെ ആക്ടിവിറ്റീസോ ഇനി ഓഡിറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേണമെങ്കിലോ ടോപ്പ് ഗ്രാൻഡ് സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റാപ്പിഡ് ടെസ്റ്റ് ബഹ്റിനിൽ ഫാർമസികൾ വഴി പ്രാബല്യത്തിൽ വരുന്നു, 4 ബഹ്റിൻ ദിനാറിന്. ഇത് PCR-ന്റെ ബദലല്ല എന്ന് ആരോഗ്യ വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. PCR വേറെ സ്കീമാണ്. PCR എടുത്തിട്ടോ റാപ്പിഡ് എടുത്തിട്ടോ ആരെങ്കിലും പോസിറ്റീവ് ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ 444 വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഒരിക്കൽ രോഗം വന്ന് ഭേദമായവർ പ്ലാസ്മ സംഭാവന ചെയ്യാൻ തയ്യാറാകണമെന്ന് കൂടി ഗവൺമെന്റ് വൃത്തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹ്റിനിലെ അൽ ഹിലാൽ ഹോസ്പിറ്റലിൽ 20 ബഹ്റിൻ ദിനാറിന് PCR ടെസ്റ്റ് എടുത്തു കൊടുക്കുകയാണ്. നേരത്തെ വിളിച്ചിട്ട് പോകണം. ഈ യാത്രക്കാർക്കൊക്കെ അത്യാവശ്യമാണ്. 33 55 34 60 3355 3460. പ്രൈവറ്റ് മേഖലയിൽ സ്വദേശിവൽക്കരണം സജീവമാകുന്നു ബഹ്റിനിൽ. അതേസമയം തന്നെ വിദേശികളുടെ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ പുതിയ ചില പരിമിതികളും സാധ്യതകളും കൊണ്ടുവരുന്ന വിധത്തിൽ ഭേദഗതി വരികയാണ്. 3.5 ലക്ഷം ബഹ്റിൻ ദിനാർ ക്യാപിറ്റലിലേക്ക് പോകുന്ന ഒരു നിയമ ഭേദഗതിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 6 മാസത്തിനുള്ളിൽ നടപ്പിലാകുമോ ഇല്ലയോ എന്നറിയാം. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞൊരു കാര്യം പലരും വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ഈ ബഹ്റിൻ എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ എത്ര ദിർഹം കരുതണം ഈ PCR ടെസ്റ്റ് എടുക്കാൻ? 2 ടെസ്റ്റിനും കൂടി 60 ബഹ്റിൻ ദിനാർ വേണം. ഇല്ലെങ്കിൽ ഈ ഒരു ബി അവെയർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലേക്ക് കാശിടാൻ വേണ്ടി പുറത്തു നിൽക്കുന്ന ആരെങ്കിലും സുഹൃത്തിനോ ബന്ധുവിനോ പറ്റും. ഒരു 10 പേർക്ക് വരെ ഒന്നിൽ കാശിട്ട് കൊടുക്കാൻ വേണ്ട സംവിധാനം ചെയ്യാനുള്ള ടെക്നോളജി നടപ്പിലാക്കിയിട്ടുണ്ട് പോർട്ടൽ വഴി. കേരളത്തിൽ നിന്ന് 8516 കേസുകൾ, 28 മരണവും. അന്താരാഷ്ട്ര തലത്തിൽ ഇന്നലെ വന്നൊരു സാഹചര്യം നമ്മളൊന്ന് തിരിച്ചറിയണം. 8201 മരണം ഇന്നലെ നവംബർ 3 നടന്നു. കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ രോഗബാധയും മരണവും. 4,84,000 ആളുകൾക്ക് ഇന്നലെ മാത്രം രോഗബാധയുണ്ടായി. അപ്പോൾ ഇത് കുറയുന്നില്ല, നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. ഇന്ത്യയിൽ കുറയുന്നു, ഗൾഫിൽ കുറയുന്നു. ആ ആശ്വാസം പങ്കുവയ്ക്കുന്നു. ഇന്ത്യയുടെ പ്രമുഖ ജേർണലിസ്റ്റ് അർണബ് ഗോസ്വാമി ഒരു ആത്മഹത്യാ പ്രേരണ കേസിൽ അറസ്റ്റിലായി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി രാവിലെ മുംബൈ പോലീസ് വീട്ടിൽ ചെല്ലുമ്പോൾ നാടകീയ രംഗങ്ങളുണ്ടായി. വനിതാ പോലീസിനോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കേസും കൂടി മുംബൈ പോലീസ് രജിസ്റ്റർ ചെയ്തു. BJPയുടെ മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിമാരും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ പുറത്തിറക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട് മറ്റന്നാൾ. ബിനീഷ് കൊടിയേരിയുടെ വീട്ടിലും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സ്ഥാപനങ്ങളിലും ഒരേ സമയം റെയ്ഡ് നടന്നു. എന്നാൽ ചില രേഖകൾ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ബന്ധുക്കൾ വിസമ്മതിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ കൊണ്ടുവന്ന രേഖയല്ലേ, ഞങ്ങളുടെ കയ്യിലുള്ളതല്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചു എന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര തലത്തിലെ കാര്യം, ഇപ്പോൾ 89,000-ഓളം ആളുകൾ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. അതാണ് ഏറ്റവും പേടിപ്പിക്കുന്ന അക്കം. ഇന്ത്യയിൽ 83.5 ലക്ഷം കഴിഞ്ഞു പോയിട്ട് ഇന്ന് പുതിയ കേസുകൾ 40,000 വന്നു. മരണസംഖ്യ ഇന്ന് വളരെ കുറവാണ്. ആശ്വാസം 311 ഇതുവരെ പ്രകടമാക്കിയിരിക്കുന്നത്. 5.25 ലക്ഷം ആൾക്കാർ ഇപ്പോൾ രോഗബാധിതരായി ഇന്ത്യയിൽ കഴിയുന്നുണ്ട്. അതിന്റെ എണ്ണവും കുറഞ്ഞു വരികയാണ്. ബഹ്റിൻ വാർത്തയുടെ നവംബർ 4 നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് സമാപിക്കുന്നു. നന്ദി.